വെടി മലയാളികൾക്കുള്ള യാഷിന്റെ പാൻ ഇന്ത്യൻ ഓണ സമ്മാനം ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് കണ്ടറിഞ്ഞ് ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു. അപ്പൊ വെടി പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഇത് നാളെ മടക്കും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ, നാളെ ഇത് കട്ട കയറും. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപരാധത്തിന്റെ അങ്ങേറ്റം അത്രേ ഉള്ളൂ. ഒന്നുമില്ല പടത്തിനകത്ത്. അവിടെ ചിരിയായിരുന്നു, കോമഡി എന്റർടൈനർ ആയിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. നീ എന്തായി പറയുന്നത്? വായിന്ന് വരത്തില്ല ബ്രോ, കളഞ്ഞേരാ. അത് ജീവൻ തിരിച്ചു കിട്ടിയ ഫീലാണോ? ഇവിടെ ഇരിക്കുന്നവന് ക്ഷമ വേണം. ആ ക്ഷമ നശിച്ചേട്ടാ ഞാൻ ഇറങ്ങി വരും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ദി ഗ്രേറ്റ് അലിബായ്. സെക്കൻഡ് ഹാഫ് ഒന്നും കൂടില്ല, ആളുകൾ കൂവുകയാണ്. സീരിയസ് പടം ഒരു തമാശയായി മാറി. വെറുതെ കാശിൽ സമയം ഓർക്കം കളയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. നിങ്ങൾ ദയവേറി സിനിമ കണ്ട് കാശ് സമയം കളയരുത്. കൂതറപടം ഒരു ലോജിക്കും ഇല്ല, ഒരു ഉണ്ടയില്ല, ഒരു സീരിയൽ കാണുകയുള്ളേ. എനിക്ക് ഈ പടം പ്രൊഡ്യൂസർ കുത്തുവാടുക്കും. ലോജിക്ക് ഇല്ല, ഒന്നുമില്ല, എന്റർടൈനിങ് എലമെന്റും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു തമാശ പടം കാണുള്ളൂ, ഒരു കോമാത്ര കാണിക്കും. ഒന്നിനും കൊള്ളാത്ത പടം. ആരെ കെട്ടിക്കാൻ? ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഒന്നിനും കൊള്ളത്തില്ല. അത് തന്നെ 1 രൂപയ്ക്ക് വരത്തല്ല. 1 രൂപയ്ക്ക് എന്താണ് ഒട്ടും കൊള്ളത്തില്ല. അവരോട് ചോദിച്ചു നോക്ക്. ഒന്നുമില്ല. എവിടുന്ന് കിട്ടിയടേ യവനെ? ഒറ്റക്കുത്തിരി കൊല്ലിങ്ങ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക. തിരുവോണം കുളമാവാനോ? ഇവിടെ രാവിലെ ഞാൻ വന്നപ്പോ ആൾക്കാര് മഴയും നിറഞ്ഞൊക്കെയാ വന്നത് പടാക്കാണ് 6 മണിക്ക് വേണ്ടിട്ട്. അവർക്ക് അകത്തിരുന്ന് ചീത്ത വിളിക്കുന്നു. അതായത് നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. ഇന്ത്യൻ ഓണ സമ്മാനമല്ല, പാൻ ഇന്ത്യൻ അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. സഹിക്കാൻ പറ്റുന്നില്ല. ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫെയറി ടെയിൽ പോലെ മൂഡിൽ കാണാൻ. അങ്ങനൊന്നും കാണാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.